വീട്ടിലേക്ക് വന്ന അതിഥി. ഞാനും അപ്പയും അമ്മയും താമസിക്കുന്നത് മുകളിലെ നിലയിലാണ്. റൂമിന് മുകളിൽ സീലിംഗ് ചെയ്ത് അതിനു മുകളിൽ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീട്ടിലേക്ക് എലികൾ വരുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ എലികൾ കുഴപ്പക്കാരായിരുന്നില്ല. പിന്നെ എലികൾ വീടിന് പുറത്തുള്ള കർട്ടനുകൾ ഒക്കെ ചെറുതായി നശിപ്പിക്കുവാൻ തുടങ്ങി. അപ്പോൾ എന്നോട് അപ്പ പറഞ്ഞു, നമുക്കൊരു എലിക്കണി വെച്ച് എലിയെ പിടിച്ച് കൊന്നു കളയാം. പക്ഷേ എനിക്ക് എലികളെ കൊല്ലുന്നത് ഇഷ്ടമല്ല. ഞാൻ അപ്പയോട് പറഞ്ഞു, നമുക്ക് പിടിച്ചു കുറെ ദൂരെ കൊണ്ടുപോയി കളയാം, അവർ അവിടെ ജീവിച്ചോട്ടെ. അങ്ങനെ എലി കെണിയിൽ ചെറിയ എലി കുട്ടികളെ കിട്ടുമായിരുന്നു. രാവിലെ ഞങ്ങൾ സ്കൂട്ടറിൽ ദൂരെയുള്ള ഒരു പാടത്തു പോയി തുറന്നു വിടും. അങ്ങനെ ചെയ്തിട്ടും എലികൾ കുറയുന്നില്ല. വീണ്ടും കർട്ടനുകൾ നശിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം രാത്രി ലൈറ്റ് അടച്ചു കിടന്നപ്പോൾ ഉറങ്ങിയിട്ടില്ല. എന്തോ ഒരു വലിയൊരു ജീവി ഞങ്ങളുടെ സീലിങ്ങിൻ്റെ മുകളിലൂടെ വളരെ പെട്ടെന്ന് ഓടുന്ന പോലെ തോന്നി. അപ്പയും കേട്ടു ഈ ഒരു ശബ്ദം. അപ്പോൾ പറഞ്ഞു, ഇതൊരു പാമ്പാണല്ലോ. അപ്പ പറഞ്ഞു. ഞാൻ അപ്പോഴും പകൽ സമയങ്ങളിൽ ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തു കൂടെ ഒരു ചേരപ്പാമ്പ് പോകുന്നത് കണ്ടിട്ടുണ്ട്. അതാകുമോ? അപ്പ പറഞ്ഞു. രാത്രി ഇരുട്ടത്ത് വരുമോ? വളരെ അപകടം തോന്നി ഈ ഒരവസ്ഥ. ഇതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ആലോചിച്ചു. എലികളെ കുറയ്ക്കാൻ എന്തു ചെയ്യും? എലിക്കണി വെച്ച് പിടിച്ച് എലികളെ കൊണ്ടുപോയി കളഞ്ഞ് ശരിയാവുന്നില്ല. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള ഒരു കടക്കാരൻ പറഞ്ഞു, ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്. ഈ ബിസ്ക്കറ്റ് ഓരോ ദിവസവും ഓരോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിന്നും, പിന്നെ തിരിച്ചു വരില്ല. അപ്പോൾ അപ്പ ചോദിച്ചു, അവിടെ മണമുണ്ടാകുമോ? ഉണ്ടാവില്ല. അങ്ങനെ അപ്പ ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ തീരുമാനിച്ചു. അതിൻ്റെ പിറ്റത്തെ ദിവസം ഇതുപോലെ ഞങ്ങൾ 10:30 കിടന്ന് ലൈറ്റുകൾ ഓഫ് ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അതേ പാമ്പ് സീലിങ്ങിൻ്റെ മുകളിലൂടെ എലിയെ പിടിക്കുവാനായി വളരെ ശക്തിയോടുകൂടി ഓടുന്നത് സൗണ്ട് കേട്ടു. അടുത്ത ദിവസം തന്നെ അപ്പ ബിസ്ക്കറ്റുകൾ വാങ്ങിക്കൊണ്ടുവന്നു. ഓരോ ദിവസവും ഓരോ ബിസ്ക്കറ്റ് വെച്ച് 3 പാക്കറ്റ് ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തു. അതോടുകൂടി എലികൾ വരവ് അവസാനിപ്പിച്ചു. അങ്ങനെ പാമ്പിൻ്റെ വരവ് നിന്നു. അപ്പോഴും ഞങ്ങൾ ഇതൊരു ചേരപ്പാമ്പാകുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ മുൻപിൽ കാട് പിടിച്ചു കിടക്കുന്ന ഷാജിയേട്ടൻ്റെ പറമ്പിൽ ആരോ തീ വെച്ചു. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ആണ് പറമ്പിൻ്റെ മുൻവശത്തുള്ള വീട്ടിൽ ഈ ഒരു പാമ്പ് അവരുടെ കിടക്കുന്നത് കണ്ടത്. അവിടേക്ക് ഓടിച്ചെല്ലുമ്പോൾ അടുത്ത വീട്ടിലെ ജോണിച്ചേട്ടൻ ഒരു ടോർച്ച് പാമ്പിൻ്റെ കണ്ണിലേക്ക് അടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ 1 മണിക്കൂറിനുള്ളിൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ആളുകൾ വന്ന് പാമ്പിനെ സുരക്ഷിതമായി ഇവിടെ നിന്നും കൊണ്ടുപോയി. ഇത്രയുമാണ് എൻ്റെ കഥ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ കൂടുതൽ കഥകളുമായി ഞാൻ പിന്നീട് വരുന്നതായിരിക്കും. താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ JK സ്റ്റോറീസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.